ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അതീച്ച. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്ന പുതിയൊരു ഫ്രീ ഫയറിൻ്റെ വീഡിയോ ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഹെഡ് ഉള്ളി മാച്ചാണ് ഗൈസ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുമാണ് ഇത് കളിക്കുന്നത്. അപ്പോൾ ഹെഡ് ഉള്ളി എന്ന് വെച്ചാൽ ബോഡിയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഡാമേജ് ഒന്നും കയറത്തില്ല, ഹെഡിൽ കൊണ്ടാൽ മാത്രമേ ഡാമേജ് കയറത്തുള്ളൂ. ഇതൊരു മറ്റേ പുതിയൊരു ഈവൻ്റ് വന്നപ്പോൾ വന്ന ഒരു സംഭവമാണ് ഈ സാധനം. അപ്പോൾ നമുക്ക് കളിച്ച് നോക്കാൻ വിചാരിച്ച് കയറിയതാണ്. എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഹെഡ് എക്സ്പേർട്ടാണ്. അത് ഫ്രീ ഫയർ കയറുമ്പോൾ തന്നെ ഹെഡ് എക്സ്പേർട്ട് എന്ന് പറയും. അപ്പം അവൻ്റെ കൂടെയാണ് ഞാൻ കളിക്കുന്നത്. എൻ്റെ കൂടെ കുറച്ച് പാടായിരിക്കും. നമ്മൾ തുടക്കമേ ഡെസേർട്ടുകളിട്ട് കളി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഹെഡ് അടിച്ച് അത്യാവശ്യം പരിചയമേ ഉള്ളൂ. എടുത്തത് ഞാൻ പറഞ്ഞില്ലേ, ഈ കളി കണ്ടാൽ നിങ്ങൾ എന്തെങ്കിലും അവർ ഹെഡ് എക്സ്പേർട്ടാണ്. ഫ്രീ ഫയർ തുടങ്ങുമ്പോഴേ എഴുതി കാണിക്കുക അവർ ഹെഡ് എക്സ്പേർട്ടാണെന്ന്. അതുകൊണ്ട് അവനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്, ഞാൻ അങ്ങോട്ട് കയറിയൊന്നുമില്ല. ഇത് ലോൺ വോൾഫാണ്. ലോൺ വോൾഫിൽ ഹെഡ് ഓൺലി മാച്ച് നമുക്കിപ്പോൾ കളിക്കാൻ പറ്റും. കറഞ്ഞുകൂടെങ്കിൽ പുതിയതായിട്ട് വന്നതാണത്. നിങ്ങളിപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. അയ്യോ, പോകുമ്പോൾ പറഞ്ഞ് ഗ്ലൂ മെൽറ്റർ എടുത്തെറിഞ്ഞ് മണ്ടൻ തന്നെ. ഇതെന്താടാ ഒന്നും കയറുന്നില്ലടാ, എല്ലാം എന്നെ ഉണ്ട്. ഒന്നും നടക്കുന്നില്ല. നോക്കട്ടെ അവൻ ഏത് കണ്ണെടുത്ത് തരുമെന്തോ. ഇല്ല, മൊത്തം ദാരിദ്ര്യമാണ് ഗൈസ്. പിന്നെ അയ്യോ, ഇത് ഞാൻ ഇപ്പം റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ഞാൻ റെക്കോർഡിങ്ങിൻ്റെ സ്വിച്ച് താത്തിട്ടില്ല. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാനിത് ഫ്രീ ഫയറിൽ റെക്കോർഡായിട്ട് എന്തായാലും കിടക്കും. അപ്പോൾ അതിനെ ഞാൻ ഒന്നും കൂടെ റെക്കോർഡ് ചെയ്തിട്ടിടാം. അപ്പോൾ എൻ്റെ ബട്ടൺസ് ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ ഫ്രീ ഫയറിൻ്റെ റെക്കോർഡിങ്സ് ആയതുകൊണ്ട് തന്നെ ശബ്ദത്തിനുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ വോയിസ് മാത്രമേ റെക്കോർഡ് ആവുള്ളൂ. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. ഹെഡ് നിങ്ങളിത് കാണുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഞാൻ ചിലപ്പോഴേ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. കാര്യം ഇത് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നോക്കാം. ഇനിയെങ്കിലും ഹെഡ് കൊള്ളത്ത്. ഇതെന്ത് ഹെഡ് കയറാത്തേ? ഒരു ഹെഡ് പോലും കയറുന്നില്ല. നേരത്തെ 43. എൻ്റെ ഹെൽമെറ്റ് 4 എപ്പി. കഴിവി തന്നെ ഇതൊക്കെ. എവിടെ മെഡിക്കറ്റ് അടിക്കുന്നൊന്നും കണ്ടില്ലേ അവിടെ. ഇവൻ്റെ കാര്യം ഗൈസ്. പിന്നെ ഞാൻ പുതിയൊരു സ്കില്ലിൻ്റെ കോംബോ ട്രൈ ചെയ്താൽ ഞാൻ ഞാൻ ഈ വീഡിയോയിലല്ല, ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞുതരാം. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ ആ സ്കില്ലുകളല്ല ഇട്ടിരിക്കുന്നത്. ഇതിൽ ഞാൻ വുക്കോങ്ങിൻ്റെ സ്കില്ലാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇതിൽ സ്കില്ലൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഈ ഹെഡ് ഓൺലി മാച്ച് ലോൺ വുൾഫിൽ നമുക്ക് സ്കില്ലൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആ ഒരു ചെറിയ പ്രശ്നമില്ലുണ്ട്. ആ സ്കില്ലും കൂടെ ഉണ്ടെങ്കിൽ ഇത് ഓവർ പവർഡായിപ്പോൾ. അതുകൊണ്ട് സ്കില്ല് അവരെന്തായാലും വച്ചിട്ടില്ല. നമ്മളിടാത്തല്ല വച്ചിട്ടില്ല അവർ. അതുകൊണ്ട് നമുക്ക് സ്കില്ലൊന്നും ഇടാൻ പറ്റില്ല. ഇന്ന് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഇതെവിടെ? എനിക്കാണെങ്കിൽ ഇത് വൺ ടാപ്പ് അടിച്ച് പരിചയമില്ല. ഇതെങ്ങനെ അടിക്കുന്നതല്ലേ? ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്യും. പക്ഷേ അതിൽ ഞാൻ ഇപ്പോൾ ഒരു 10 എണ്ണം ട്രൈ ചെയ്യണമെങ്കിൽ 2 എണ്ണം വല്ലതൊക്കെ കയറത്തുള്ളൂ. അതാണ് വിഷയം. ഞാൻ എന്നും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നല്ലേ. ഒന്നും ട്രൈ. ഇത് കയറി കണ്ട. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കയറും വൺ ടാപ്പ്. അതിൽ ഞാൻ കിടില്ല. പിന്നെ ഇത് ഫ്രീ ഫയറിൻ്റെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ അടിക്കുന്ന ഷോട്ട് കുറച്ച് ഡിലേ ആയിട്ടായിരിക്കും വരണം. എന്ന് വെച്ചാൽ അവൻ ചത്ത് വീണിട്ടായിരിക്കും എൻ്റെ ഷോട്ട് പോകണം. അത് ഫ്രീ ഫയറിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ കുഴപ്പമാണ്, എൻ്റെ കുഴപ്പമല്ല. അതുകൊണ്ട് ക്ഷമിക്കുക. ഇത് ഞാൻ നിങ്ങൾക്ക് കാണുമെന്നൊന്നും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഞാനത് ചുമ്മാ റെക്കോർഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ബാക്കി എനിക്ക് ഗൈസ്, നിങ്ങൾക്ക് ഈ SVD ഇട്ട് കളിക്കാൻ അറിയാമോ? കളിക്കാൻ അറിയാമോ? എനിക്ക് സംഭവം ഞാൻ വെടി വയ്ക്കുമ്പോൾ സ്കോപ്പൊക്കെ ഓപ്പൺ ആയിട്ട് എനിക്ക് ഇത് ഒരു ഇടങ്ങേറ് സാധനമാണ്. ഈ SVDയും മറ്റേ സ്നൈപ്പേഴ്സൊക്കെ എനിക്കിതിട്ട് കളിക്കാനേ അറിഞ്ഞുകൂടാ. സീരിയസ് ആയിട്ട്. ചിലവർ ഈ ലോൺ വോൾഫ് കളിക്കുമ്പോൾ ഈ SVD ഒക്കെ മാത്രം തരുമ്പോൾ ഞാൻ ചുമ്മാ കുത്തിക്കൊണ്ടിരിക്കും. ഒരാളെ ദേഹത്ത് പോലും കയറത്തില്ല. അതല്ലേ വിഷയം. നിങ്ങൾക്കിതെങ്ങനെ ഉപയോഗിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നെങ്കിലും ഒന്നും പറയുക. എനിക്കിത് അറിഞ്ഞുകൂടെ ഉപയോഗിക്കാൻ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ M80 ഇട്ട് തന്നെ കളിക്കേണ്ടി വരും.
M80 ഇട്ടിറക്കി ഗൈസ്. പിന്നെ ഓവർ കോൺഫിഡൻസ് നല്ലതല്ല, പക്ഷേ കോൺഫിഡൻസ് പാടില്ല എന്നില്ല. എന്ത് റിമോട്ട് ഇട്ടാണ് വയ്യാടാ എനക്ക്. ആ തുടങ്ങി. നോ 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 നോ. ആ ഇതെവിടെ പോണ്? എനിക്ക് SVD ഇട്ട് കളിക്കാൻ അറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാൻ ഡബിൾ ബാരലിട്ടേ കളിക്കൂ. അത് ഇടയ്ക്കിടയ്ക്ക് SVD എടുക്കുന്നുണ്ട് കേട്ടോ, ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അവന് കിട്ടുന്നില്ല. നല്ല വിഷയം, അവന് കിട്ടാതെ നന്നായി. SVD ഇട്ട് ലോങ് അടിക്കുന്നു. എനിക്ക് എന്തിൻ്റെ കുഴപ്പമാണെന്ന്. കുറച്ചും കൂടെ അടുത്ത് പോയി അടിച്ചാലും റിസ്ക് ആവൂ. റിസ്ക് ആവൂ, നോക്കാം. റിസ്ക് ആവൂ. ജസ്റ്റ് മിസ്. എൻ്റെ ഹെൽമെറ്റ് പൊട്ടി. ചത്ത്. എൻ്റെ ഹെൽമെറ്റ് പൊട്ടി. കളി ജയിക്കുമെന്നൊന്നും എനിക്ക് 4-1. കളി ജയിക്കുമെന്നൊന്നും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ജയിക്കുകയാണെങ്കിൽ ഞാൻ തംബ്നെയിൽ കൊടുത്തേക്കാം. തംബ്നെയിൽ കണ്ട് നിങ്ങൾ കണ്ടാൽ മതി. എനിക്ക് തോന്നുന്നില്ല ഞാൻ ജയിക്കുമെന്ന്. കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ഹെഡ് ഓൺലി മാച്ച് കളിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ബോഡി ഷോട്ട് അടിച്ചാലും ഞാൻ തറയിട്ടു. ഇവന്തിരിക്കണാണ്. ഇത് ഓവർ കോൺഫിഡൻസ് ആണ് കേട്ടോ. 4-1 നിൽക്കുമ്പോൾ ഉള്ള ഓവർ കോൺഫിഡൻസ് ആണ്. ചിലവരിങ്ങനെയാണ്. അതെന്ത് കയറി കിടക്കുന്ന ചിലവരിങ്ങനെയാണ്. ചിലപ്പം അവർ ജയിക്കുമെന്ന് കാര്യം, ഇപ്പം അവൻ ജയിക്കുമെന്ന് ഉറപ്പുണ്ട്. അവൻ 4-2 ആയുള്ളൂ. അവനൊരു കളി വിചാരിച്ചാൽ നമ്മളെ തോപ്പിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവർ പറയും നീ കില്ലെടുത്തോളാം എന്നാ പിടിച്ചെന്ന്. ഇതൊക്കെ പ്യുവർ ഓവർ കോൺഫിഡൻസ് ആണ്. നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്നത്തോടെ നിർത്തിക്കോ. ഇതൊക്കെ ഒരു ലക്കിൻ്റെ ബേസിൽ നടക്കുന്ന സംഭവമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗണ്ണാണ് AK. ചെയ്തിട്ട് ഹെഡ് ഷോട്ട് അടിക്കുക എനിക്കറിയാം. ഹെഡ് ഷോട്ട് ഞാൻ ഇതുവരെ അടിച്ചിട്ടില്ല. ഈ ഒരു റൗണ്ട് AK ഉള്ളി മാത്രമായിട്ട് കളിക്കാൻ പോകും. എന്ന് വെച്ചാൽ ബാക്കി തോക്ക് നമ്മൾ 2 പേരും ഉപയോഗിക്കത്തില്ല. ഉള്ളി AK ഇട്ട് ഹെഡ് അടിച്ച് നോക്കാമെന്നും പറഞ്ഞ് 2 പേരും AK ഇട്ട് കളിക്കുക. ഒരു ഹെഡ് കയറി AKയിൽ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ AKയിൽ ഹെഡ് അടിക്കാൻ പാടല്ലേ, ഭയങ്കര റീകോയിലല്ലേ അത്. പൊളിച്ച്. നമ്മൾ ഈ റൗണ്ട് എന്തായാലും AK ഇട്ടേ കളിക്കും. അടുത്ത റൗണ്ട് എല്ലാ കണ്ണും ഉപയോഗിക്കുന്നതായിരിക്കും. ഈ റൗണ്ട് AK ഇട്ട് മാത്രമേ കളിക്കത്തുള്ളൂ. അതിനെന്തായാലും ഒന്നും കയറാത്ത. എൻ്റെ സെൻസിറ്റിവിറ്റി ചെറുതായിട്ട് കൂടുതലാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗെയിം മാറി മുകളിലോട്ട്. അവനും അടിച്ച് AK ഇട്ട്. പക്ഷേ AK ഇട്ട് 200 കയറിയില്ല. രക്ഷപ്പെട്ടു. 150 കയറിയുള്ളൂ. ഇത് എവൻ്റെ കാര്യത്തിൽ. നമ്മൾ പിന്നെ എവിടെയായിരുന്നു? ഓവർ കോൺഫിഡൻസ് അത് കാണിക്കരുത് ഒരു കാരണവശാലും. അത് നിങ്ങളെ ആപത്തിലേക്ക് എത്തിക്കും. യവനെത്തിരി നടിച്ചിരുന്നെങ്കിൽ 224 ടിപ്പായിട്ടെടുത്തോ. ഞാനിപ്പോൾ ഓവർ കോൺഫിഡൻസ് കാണിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഓവർ കോൺഫിഡൻസ് നമ്മൾ ഒരിക്കലും കാണിക്കുക എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കളി, എനിക്ക് ആദ്യമേ ഈ കളി 3-4 ഇപ്പം. എനിക്ക് ആദ്യമേ 3 കളി ആയപ്പോഴേ ഞാൻ തോറ്റെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഇങ്ങനെ കളിക്കാൻ പറ്റില്ല. നിങ്ങൾ പിടിക്കണം. എന്ന് വെച്ചാൽ ഇനി എന്നെക്കൊണ്ട് പറ്റും, ഇനി വേണം കളി തുടങ്ങാനൊക്കെ പറഞ്ഞ് സെൽഫ് മോട്ടിവേഷൻ അതൊരു കളിയിൽ ഏറ്റവും നല്ലൊരു സംഭവമാണ്. സെൽഫ് മോട്ടിവേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു കളിയും ജയിക്കാൻ പറ്റില്ല. ഈ കളി ഞാൻ ജയിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾ കാണും, കേൾക്കും എന്നൊക്കെ എനിക്ക് തോന്നുന്നു. അതോ ഞാൻ ചുമ്മാ റെക്കോർഡ് ചെയ്യുകയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഐ വാണ്ട് ടു സേ ഡോണ്ട് ലൂസ് യുവർ കോൺഫിഡൻസ്. അവനെ ഞാൻ എത്ര നേരം ഡെസേർട്ട് 1 ടാപ്പിന് സൂപ്പറാണ്. അത് ഞാൻ കുറേ നാൾ ഉപയോഗിച്ചിട്ട് മനസ്സിലായിട്ടില്ല കാരണം. പക്ഷെ കൊള്ളിക്കാൻ അത്യാവശ്യം പാടായിരിക്കും. പക്ഷെ ഒരു കിടിലൻ സാധനമാണ് ഡെസേർട്ട്. കണ്ടാ 276 കയറിയ 76 തോന്നുന്നു. ഡെസേർട്ട് ഇട്ട് 1 ടാപ്പ് കൊള്ളാണ്. 4-4 ലാസ്റ്റ് റൗണ്ട് നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ലോൺ വുൾഫിൽ ലാസ്റ്റ് റൗണ്ടിൽ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് വാങ്ങിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കണ കണ്ട് തന്നെ ഓപ്പോസിറ്റും പോവും. പക്ഷെ ലാസ്റ്റ് റൗണ്ട് നമുക്ക് സ്വയമായിട്ട് ചൂസ് ചെയ്യും. ഇപ്പം ഞാൻ എടുത്ത കണ്ണായിരിക്കില്ല അവ എടുത്ത്. എനിക്ക് പാടാക്കാൻ വേണ്ടി ഞാൻ 2 AK എടുത്തിട്ടുണ്ട്. കാര്യം എനിക്ക് AK ഇട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, ഹെഡ് ഷോട്ട്. അതുകൊണ്ട് ഞാൻ AK എടുത്തതേ ഉള്ളൂ. ഒരു ഡെസേർട്ടിൻ്റെ സൗണ്ടല്ലേ കേട്ടെ. അവൻ ഡെസേർട്ട് എടുത്ത്. നോ, AK എടുത്തത് പണിയാവൂ അറിഞ്ഞൂടാ, നോക്കട്ടെ. 4-4 ഇതെനിക്ക് ജയിച്ചേ പറ്റൂ. ഈ ഒരു കോൺഫിഡൻസ് കളിക്കണം. ആ ഒരു കോൺഫിഡൻസിലാണ് ഇപ്പം ഞാൻ കളിക്കുന്നത്. ഈ ഒരു 4-4 എനിക്ക് ചെയ്യണം.
കാര്യം ഇന്ന് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ 1 കംബാക്ക് ആയിരിക്കും അത്. ഇത് ഞാൻ നേരത്തെ 4-1 കിടന്നതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയുന്നത് 4-1 കിടന്നതാണ്. എൻ്റെ കൂട്ടുകാരനും പറഞ്ഞ് നിങ്ങൾ വിട്ടുതരുമെന്നൊന്നും വിചാരിക്കേണ്ട, എനിക്ക് കുറേ പ്രാവശ്യം ഞാൻ പറയുക. ഇതെങ്ങനെ അടിക്കുന്നു അതല്ലേ ഞാൻ ഈ ഹെഡ് എക്സ്പേർട്ടൊക്കെ എങ്ങനെയാണ് ഇത് ഫ്രീ ഫയർ തന്നെ പറയണം. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കുറേ കളി ഹെഡ് അടിച്ച് അങ്ങനെ എന്തോ ഇല്ലേ, അങ്ങനെ ഗ്ലൂ വാൾ വിട്ട് കളിക്കുന്നു. ഈ ഗ്ലൂ വാൾ കളിയിൽ നിന്ന് ഒഴിവാക്കേണ്ട സമയം കഴിഞ്ഞു, കുറേ നേരമായി. ഇതിനൊക്കെ പറ്റിയൊരു സ്കിൽ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ പുതിയൊരു വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. റീലോ ഈ ഏക്കയ്ക്ക് ഭയങ്കര റീകോയിൽ കണ്ടിട്ട് നമുക്ക് ഹെഡ്ഷോട്ട് അടിക്കാൻ പാടാണെന്നാണ് കുറേ പേര് പറയുന്നത്. പക്ഷെ ഞാൻ അടിക്കും. അടിച്ചിട്ട് എന്നെ ഇവിടുന്ന് പോകും. അവൻ്റെ ഹെഡ് കയറിയാൽ ഞാൻ ചത്ത്. ലാസ്റ്റ് റൗണ്ട് 130 ഇപ്പം ചാവുന്നി ചത്ത്. ബൂയ അടിച്ച്. അപ്പോൾ ശരി ഗൈസ്, നിങ്ങൾ പോയിട്ട് അടുത്ത വീഡിയോ ബൈ.